നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തിനായി തൃശൂരിൽ സാമുദായ സമവാക്യങ്ങൾ കൂട്ടിക്കിഴിച്ച് മുന്നണികൾ. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ ചില സമുദായ വോട്ടുകൾക്ക് സാധിക്കും. പരമാവധി സീറ്റുകൾ നേടാൻ UDFും LDFും ശ്രമിക്കുമ്പോൾ ജില്ലയിലെ സമുദായങ്ങളെ പിണക്കാതിരിക്കാനുള്ള നീക്കങ്ങളും സജീവമാക്കുകയാണ് മുന്നണികൾ. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്ന പോലെ തന്നെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിലും നിർണായക സ്ഥാനമാണ് സാംസ്കാരിക തലസ്ഥാനത്തിന്. കാലത്തിനും കാലാവസ്ഥയ്ക്കുമനുസരിച്ച് തെരഞ്ഞെടുപ്പുകളിൽ മാറിമറിയുന്ന മണ്ഡലങ്ങൾ. വോട്ട് വിഹിതത്തിൽ ഹിന്ദു ഭൂരിപക്ഷമാണ് ജില്ലയിലെമ്പാടും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമുദായ സമതുലനം അളന്നു മുറിച്ചു തന്നെ തീരുമാനങ്ങൾ എടുക്കണമെന്ന സ്ഥിതിയിലാണ് മുന്നണികൾ. പണ്ട് കരുണാകരനും UDFും കോൺഗ്രസും ഒക്കെ തൃശ്ശൂർ ജില്ലയിൽ മേധാവിത്വം നേടിയിരുന്നത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്ന ഒരു പ്രവൃത്തിയിലൂടെയാണ്. ഗുരുവായൂരായാലും തൃശ്ശൂരായാലൊക്കെ തന്നെ ക്ലാസ് ഹിന്ദുവിൻ്റെ വോട്ടൊക്കെ തന്നെ കോൺഗ്രസിന് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഇക്കുറി മാറുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ആ മാറ്റം കാണാനുണ്ട്. 13 മണ്ഡലങ്ങളിൽ ചാലക്കുടിയിലും ഒല്ലൂരിലും തൃശൂരിലും ഇരിങ്ങാലക്കുടയിലും വടക്കാഞ്ചേരിയിലുമാണ് ക്രൈസ്തവർ നിർണായക ശക്തികളായി മാറുന്നത്. ഗുരുവായൂർ, കയ്പമംഗലം, ചേലക്കര, കൊടുങ്ങല്ലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ സ്വാധീനം മുസ്ലിം വോട്ടുകൾക്കാണ്. സവർണ പിന്നാക്ക സമുദായങ്ങൾ ചില സ്ഥലങ്ങളിലെങ്കിലും ഘടകമാണ്. എന്നാൽ ഈഴവ നായർ സമുദായങ്ങളാണ് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഹിന്ദു വിഭാഗത്തിലെ ശക്തർ. ചേലക്കരയിലും കുന്നംകുളത്തും ഇരിങ്ങാലക്കുടയിലും ചാലക്കുടിയിലും ദളിത് വോട്ടുകളും നാട്ടിക, ഗുരുവായൂർ, കയ്പമംഗലം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ധീവരരും ജനവിധിയെ സ്വാധീനിക്കാൻ കരുത്തുള്ളവരാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ കൂടുതൽ സീറ്റൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവർക്ക് ഒരു 11ഓളം സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറെക്കുറെ അവരുടെ കയ്യിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ പുറത്താണ് BJPയുടെ ഇക്കുറിയത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഒന്നാം തരം പരീക്ഷണശാലയായിരിക്കും തൃശ്ശൂർ എന്നും ഞാൻ മനസ്സിലാക്കുന്നു. പരമ്പരാഗത പാനൽ വോട്ടുകളെ ഒഴിവാക്കിയാൽ ജില്ലയിൽ LDFിന്റെ അടിത്തറ ഈഴവ സമുദായം തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ ഈഴവ വോട്ടുകൾ 3ആയി വിഭജിക്കപ്പെടുമെന്നാണ് UDFും BJPയും കണക്കാക്കുന്നത്. ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ UDFിന് അനുകൂലമാകാൻ ഇടയുണ്ടെന്ന പൊതുവിലയിരുത്തലിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സവർണ ഹിന്ദു നായർ വോട്ടുകളെ പാനൽ വോട്ടുകളാക്കി മാറ്റാമെന്ന് BJP നേതൃത്വം നൽകുന്ന NDAയും ജില്ലയിൽ കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രാഥമിക ധാരണയായെങ്കിലും ജാതിമത സമവാക്യങ്ങൾ അളന്നു തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രം വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ മുന്നണികൾ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.